ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിരാർച്ചന. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ CSEB എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. PYQ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ PYQ പഠിക്കുക എന്നുള്ളത് നമ്മളുടെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാനുള്ള ഒരു എളുപ്പ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. The appointment of auditors in a cooperative societies are made by shareholders, members, registrar of cooperative societies, minister of corporation. അപ്പോൾ ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. The appointment of auditors in cooperative societies are made by registrar of cooperative societies ആണ്. ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഓഡിറ്റ് പ്രോഗ്രാം, മാനുവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വിച്ച് സെക്ഷൻ ഡീൽ വിത്ത് കോപ്പറേറ്റീവ് ഓഡിറ്റ്? ഹു ഈസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ്? ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഈസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഏത് സെക്ഷനാണ് കോപ്പറേറ്റീവ് ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്നുള്ളത്. സെക്ഷൻ 63 ആണ് കോപ്പറേറ്റീവ് ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. സെക്ഷൻ 63 ആൻഡ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ സ്കീം സെറ്റിംഗ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ഓഡിറ്റ് വിത്തിൻ എ ഫിക്സ്ഡ് ടൈം. അതായത് ഓഡിറ്റ് നോട്ട് എന്താ, ഓഡിറ്റ് മാനുവൽ എന്താ, ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്, മെമ്മോറാണ്ടം എന്താ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡാഷ് ഇസ് സ്കീം സെറ്റിംഗ് ഔട്ട് ഇൻ ഡീറ്റെയിൽ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ഓഡിറ്റ് വിത്ത് എ ഫിക്സ്ഡ് ടൈം. എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം ആണ്. എന്തൊക്കെയാണ് ഓഡിറ്റിംഗിൽ ചെയ്യേണ്ടതെന്നും ഒക്കെ പ്രതിപാദിക്കുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ബേസിക് സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ബാങ്ക്. Raising of fund from members in form of shares, admission fee, reserve fund and own fund. Raising fund from non-members in form of deposit, borrowing from its apex bank or federation. നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുക, നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, അഡ്മിഷൻ ഫീ, റിസർവ് ഫണ്ട്, പിന്നെ അപ്പെക്സ് സൊസൈറ്റീൻ്റെ കയ്യിൽ നിന്നുള്ള ബോറോവിങ്സ്, ഇതൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദിസ് ആണ്. നെക്സ്റ്റ് വൺ, കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ്. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എന്താണ്? ബിസിനസ് എൻ്റർപ്രൈസ് ആസ് വെൽ ആസ് സോഷ്യൽ എൻ്റർപ്രൈസ്. അപ്പോൾ ബോത്ത് A and B ആണ്. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ബിസിനസ് എൻ്റർപ്രൈസും ആണ്, അതോടൊപ്പം തന്നെ എന്താണ്? ഒരു സോഷ്യൽ എൻ്റർപ്രൈസും ആണ്. നെക്സ്റ്റ്, ലയബിലിറ്റി ലിമിറ്റഡ് ടു സബ്സ്ക്രൈബ് ഷെയർ ക്യാപിറ്റൽ. ദ ലയബിലിറ്റി ഈസ് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലാണ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റലിന് അനുസൃതമായിട്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ലിമിറ്റഡ് ആണ്. ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ ആണ് ദ ടേം ഡ്യൂ ടു ഇൻ ഓഡിറ്റ് ഡിനോട്ട്സ്. എന്താണ് ഡ്യൂ ടു എന്ന് പറയുന്നത്? എന്താണ്? അസറ്റും ആണ്. ഡ്യൂ ടു അസറ്റും ആണ്. ഡ്യൂ ബൈ എന്ന് പറയുന്നതോ ലയബിലിറ്റിയുമാണ്. അപ്പോൾ ഡ്യൂ ടു എന്ന് പറയുന്നത് അസറ്റാണ്. നമ്മളുടെ ഫെബ്രുവരി 15-ാം തീയതി ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നടക്കുകയാണ്. ആ പരീക്ഷ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ എന്നാൽ എന്താണ് ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ ആളുകളുണ്ടായിരിക്കും, വേണ്ടത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധിക ടൈമൊന്നും 40 വയസ്സ് വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട ഒന്നല്ല. നമുക്കതാണ് എത്രയും പെട്ടെന്ന് സർവീസിൽ കയറുക എന്നുള്ളതാണ് നമ്മളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്താണ് പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CSEB പരീക്ഷയ്ക്ക് ആദ്യം മുതൽ തന്നെ നമുക്ക് എന്താണ് പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോഴ്സൊക്കെ നമുക്ക് എന്താണ് നിങ്ങൾ JDCക്കും അതുപോലെ തന്നെ HDCക്കും നമ്മളുടെ BCom കോർപ്പറേഷനൊക്കെ പഠിച്ചപ്പോൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് ഒരു റിട്ടൺ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു പഠനം മാത്രം പോരാ, നമുക്ക് എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫേസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ മത്സര പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. എ റിട്ടേൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെറ്റ് ടു ബി. എന്താണ് റിട്ടേൺ എവിഡൻസ് എന്ന് പറയുന്നത്? എന്താണ്? പ്രൈമറി വൗച്ചറാണ്. നമ്മളുടെ അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
Return evidence in original is said to be primary voucher. Account general audit is mainly an audit of. Account general audit എന്ന് പറയുന്നത് എന്ത് തരം ഓഡിറ്റ് ആണെന്നാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, റവന്യൂ ഓഡിറ്റ്, ഓൾ മാറ്റേഴ്സ് ഓഡിറ്റ്, എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. എന്താണ്? എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ആണ്. ഈ സ്കോപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻക്ലൂഡ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് examination of overdue debt, verification of cash balance and securities, valuation of assets and liabilities. ഇതെല്ലാം എന്താണ്? കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്കോപ്പാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ്, മെമ്പർ എക്കണോമിക് വെൽഫെയർ ഈസ് അസർട്ടൈൻഡ് ഇൻ. മെമ്പർ എക്കണോമിക് വെൽഫെയർ എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് മെമ്പർ എക്കണോമിക് വെൽഫെയർ അസർട്ടൈൻ ചെയ്യുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യണമെന്നാണ്? സെക്ഷൻ 2ADയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ്, ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആർ ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് വിത്ത് ഇൻഡിവിജ്വൽ ആസ് മെമ്പേഴ്സ് ആൻഡ് ഓപ്പൺ ബ്രാഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി ആസ് നീഡഡ്. ഏതാണ്? യൂണിറ്ററി ടൈപ്പാണ്. അതിൻ്റെ ഡെഫിനിഷനാണ്. ഇൻ ഡാഷ് ദ ഓഡിറ്റർ ചെക്ക് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് also to see whether the management carry out its operation based on principles of cooperation. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ദ ഓഡിറ്റർ ചെക്ക് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. നെക്സ്റ്റ്, ദ ഓഡിറ്റ് പ്രോഗ്രാം ഈസ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ. DCN അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? DCN അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ CSEB എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ പാർട്ടിനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്